പിന്നെ 900 ആക്കി, ഫുള്ള് 1300 ആയി. എന്നാ ലാസ്റ്റ് 1000 അടുത്തൊരു ശിക്കാറ നമ്മളിത് വെട്ടിച്ച് കയറി വന്നിട്ടുണ്ട്. ഇടിച്ച് പൊന്നെ മോനെ പണിയാ. ബാർബിക്യൂടെ സ്റ്റോറാണ്. നമ്മളെ ശ്രീനഗറിലാണോ? അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ ഈ ഒരു ഏരിയക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് മലയാളികളുടെ വണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ നമ്മൾ ഇവിടെ വന്നിട്ട് ദാലിലേക്ക് പോയിട്ട് പോകാൻ നിർത്തും. അപ്പൊ നമ്മള് വേറൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കുറച്ച് കേല് വണ്ടി നമ്മൾ വന്നിട്ട് ഇതുകൊണ്ട് കേല് വണ്ടി കണ്ടില്ലായിരുന്നു. ഒരു 3 ഹിമാലയൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ മൊത്തം മലയാളികളാണ്. അപ്പം ഇവര് റൂം ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ വന്നു. പിന്നെ അപ്പൊ ഇവര് പറഞ്ഞേ സംഗീത് കുമാർ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനൽ വരുന്ന ഹിമാലയൻ ഡിങ്സ് നമ്മളെ വണ്ടിയാണ്. വണ്ടി അല്ലാണ്ട് പണം സെറ്റ് ആക്കാനാണ് വന്നത് കേട്ടോ. 3 എണ്ണത്തിന്റെ ഹിമാലയൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അടുത്ത ആള് പേരാ ഫവാസ്. നാട്ടില് മലപ്പുറം പൊന്നാനി. എല്ലാരും മലപ്പുറം നിന്നാണോ? എങ്ങനെ കോഴിക്കോടല്ലേ? കോഴിക്കോട്. അടുത്ത ആള് പേര് ജിൻഷാദ് മലപ്പുറം. പിന്നെ തിരൂര്. ഒരാളൂടെ ഉണ്ടാവുമല്ലോ പോയല്ലേ. പിന്നെ ഇവിടെ അത് കൂടാണ്ട് നമുക്ക് ഒത്തിരി പേര് ബസ്സിനൊക്കെ പിടിച്ച് ഹിച്ചാക്ക് ചെയ്ത് വന്നവരും വേറെ ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട്. വേറെ ആളിരിക്കുന്നത് ഇന്ന് വന്ന് കണ്ടുപിട്ടാണ്. പേര് പറ. നാട്ടില് മലപ്പുറം. പ്ലാൻ എങ്ങനെ ഇവിടെ മാത്രമേ ഉള്ളോ? എങ്ങനെയാ നാട്ടിൽ നിന്ന് വന്നേ? നാട്ടിൽ നിന്ന് ട്രെയിന് ബസ്സൊക്കെ ആയിട്ട് എത്തിയല്ലേ. ഇനിയിപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ കിടക്കണേ. പിന്നെ എന്താണ് ഇവിടെ ആണ്ടൊക്കെ തിന്നാണ്ടിരിപ്പുണ്ട്. ഈ ഒരു സാധനം ഇവിടെ കാശ്മീരിൽ ഇവിടെ ലോക്കൽ കിട്ടുന്നൊരു എന്താണ് സാധനം? റൊട്ടിയല്ലേ? സോസ്. ഇനി ഇവിടെ മൊത്തം ബന്ധല്ലേ? എന്തോ പ്രശ്നം നടക്കുമല്ലേ? ഇവിടെ ഉള്ള കടകളെല്ലാം അടച്ചേക്കുവാണ്. പിന്നെ നമ്മളിത് ഇവിടെ ഈ റൂമിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളാരും തന്നെ നിങ്ങൾ ശ്രീനഗർ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടുത്തെ അത്യാവശ്യം നല്ല ചീപ്പായിട്ട് റൂം കിട്ടും. കാരണം ഒരാൾക്ക് 150 രൂപ. ഞങ്ങൾ ഇന്നലെ വേറെ 2 മലയാളത്തിനെ കണ്ടായിരുന്നു. തൊടുപുഴയിൽ വന്നാണ്. 1300 റൂം എടുത്തത്. നമ്മളവിടെ കണ്ട അവർ 1800 രൂപയ്ക്ക് റേറ്റ് എടുത്തെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പൊ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ അവിടെ റൂം എടുക്കാവുള്ളൂ. വൈഫൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. വാട്സി ഗസ്റ്റ് ഹൗസ് ഇതാണ് സംഭവത്തിന്റെ പേര്. ഇവിടെ നിന്ന് 500 കിലോമീറ്റർ അല്ലല്ലോ നടക്കാനുണ്ട് ഡാലിലേക്കിലോട്ട്. ഇന്നലെ രാത്രി നമ്മൾ ഡാലിലേക്ക് പോയായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര മഴ കാര്യങ്ങൾ നമ്മൾ വേഗം തിരിച്ചു പോകുന്നു. പോകാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഷിക്കാറിലേക്ക് കയറി കറങ്ങിയിട്ട് നേരെ നമ്മള് സോനാർ കുടിക്കും. നമ്മളിപ്പോൾ സമയം 2-3 മണി ആറായിട്ടാണ്. നമ്മളൊരു 4 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും തിരിച്ചു വന്ന് ഇവിടെ നേരെ പോകാനുള്ള പ്ലാനിലായിരിക്കണം. പിന്നെ അവിടെ നമുക്ക് ഇന്ന് കടകളൊന്നും അധികം കാണിക്കാൻ പറ്റില്ല. കാരണം ഹർത്താലായതുകൊണ്ട് മൊത്തം ബന്ധടവാണ്. ഒന്നും തന്നെ ഇല്ല അല്ലേ? ഇവിടെയുള്ള ക്യാമറകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓഫ് ചെയ്ത് എന്തോ ഭയങ്കര തീരം കണ്ടെന്ന് പറഞ്ഞു. ഇനി ഇവിടെ മുഴുവൻ മിലിറ്ററി കാര്യങ്ങളാണ്. നമുക്ക് അനങ്ങനെ തന്നെ മിലിറ്ററി കാര്യങ്ങൾ ഇവിടെ ഏതെങ്കിലും മിലിറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ അറിയാം വണ്ടിയിൽ നിറച്ചുമാരെ നോക്കി കൂട്ടി ഫുൾ സെറ്റിലായിട്ട് എല്ലാവരും പോകണം. അതെ. അപ്പോൾ ഇവിടുത്തെ ലോക്കൽസിനൊക്കെ തന്നെ ഈ മിലിറ്ററി ആയിട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നേരെ ഡാലിലേക്ക് പോയിട്ട് ചിക്കാറിലേക്ക് കയറി കറങ്ങി. പിന്നെ നമുക്ക് അതിൻ്റെ വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. അത് രാവിലെ ഒന്ന് ഓപ്പൺ ആണെന്ന് പറഞ്ഞത്. പക്ഷേ ഇനി നമ്മൾ ഓപ്പൺ ഒന്നും അല്ല. ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നു. അപ്പോൾ ഇത് ഈ കാണാനൊക്കെ ഇവിടുത്തെ ലോക്കൽസിന്റെ വീടല്ലേ? അവരിൽ ഇതുപോലെ ചെറിയ ബോട്ടുകളൊക്കെ താമസിക്കുന്നത്. ഒരിടയ്ക്ക് ഇവർ ശരിക്കും മറ്റേ അപ്പുറത്ത് ടൂറിസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നായിരിക്കും അല്ലേ? ഇപ്പം എല്ലാം ഇതൊക്കെ പഴയ ബോട്ടായതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ട് ഒതുക്കിയിട്ട് അവരെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാട്ടുകാർ കുറേ പേര് ചൂണ്ടടലും പരിപാടിയൊക്കെ ആയിട്ടല്ലേ കിട്ടുന്നുണ്ടാവും. പോകുമ്പോൾ ഷെഫീഖിനെ കൊണ്ട് നമുക്ക് കുറച്ച് ചൂണ്ട കേട്ട് കുറച്ച് മീനൊക്കെ പിടിക്കണം. അത് കിട്ടുവാണെങ്കിൽ രാത്രി മീൻ പുറത്ത് കൂട്ടി ചോറിന് ഉണ്ടല്ലോ. എല്ലാവരും തന്നെ ചൂണ്ടകളാണ് ഇവിടെ മെയിനായിട്ട്. അപ്പുറം ഡാലിലേക്കുള്ള ആൾക്കാർ ചൂണ്ടലിൻ്റെ പരിപാടിയുണ്ട്. മീൻ വളർത്തുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ ശരിക്കും ഉണ്ടല്ലോ. ഇന്ന് പൊതുവെ തിരക്ക് കുറവാണ്. ഹർത്താലൊക്കെ ആയതുകൊണ്ട് തന്നെ വണ്ടികൾ കുറവാണ്. നല്ല കാര്യം പറഞ്ഞു കൊടുത്തു. കൃത്യം വെള്ളിയാഴ്ച ഹർത്താൽ. ഒറ്റ കടയില്ല. ഒറ്റ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോലും നേരെ കടകളില്ല. നെറ്റില്ല. പിന്നെ ഇവിടെ നെറ്റില്ല. മൊബൈൽ റേഞ്ച് ഉണ്ട്. നമുക്ക് ഇവിടെ നേരത്തെ സിമ്മിൽ വർക്ക് ചെയ്യും. പക്ഷെ നെറ്റ് കിട്ടത്തില്ല. കടകളെ CCTV വരെ ഓഫ് ചെയ്ത് വെച്ചു അല്ലേ? ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ പ്രശ്നമാണ്. ചില ഏരിയകളിലൊക്കെ ബ്ലോക്ക് ഉണ്ട്. ആദ്യം പറഞ്ഞ് ഇവിടുന്ന് പുറത്തെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. പെട്രോൾ പമ്പ് ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നമുക്ക് പുറത്തിടാൻ പറ്റത്തില്ല. പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് ഇന്നലെ സോണാർ കുടിക്കും. ഉണ്ടല്ലേ. എല്ലാവരും തന്നെ ഫിഷിങ് ചൂണ്ടയാണ് ഓരോ മൂലക്കൊക്കെ ഇരിക്കുന്നത്. ഒരു പാർക്കാണ്. ഫുള്ള് കാടൊക്കെ പിടിച്ചെടുക്കുകയാണ്. ഒരു പാർക്കാണ്. മഞ്ഞുള്ള സമയത്താണെങ്കിൽ ഫുള്ള് മഞ്ഞിൽ മൂടി കിടക്കും. പൊളിയായിരുന്നു. ഉണ്ടല്ലേ. അടിപൊളി. ഇതിലേക്ക് വരയനാട് മറ്റേ നമ്മുടെ ചെമ്പരിയാടില്ലേ ആടൊക്കെ നടപ്പുണ്ട് ഇതിൽ. പിന്നെ
ഇവിടുത്തെ ഗാർഡ് നമ്പർ 1 ആണ്. ഇത് കിടക്കുന്നുണ്ടല്ലേ ശിക്കാര എല്ലാം പൊളിയല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ ചോദിച്ചു വില ചോദിച്ചു പൈസ കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾക്ക് 200 രൂപ പറഞ്ഞു. നമുക്കൊരു 100 രൂപയ്ക്ക് ഒരാൾക്ക് കിട്ടുമെന്ന് നോക്കണം. നമ്മളിപ്പോൾ 6-7 പേരില്ലേ, പലയിടത്തും പല റേറ്റ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും അവിടെയും കുറേ ഉണ്ട്. 1 മണിക്കൂർ കൊണ്ട് ചുറ്റിക്കാന്നല്ലേ പറഞ്ഞു. 1 മണിക്കൂർ ഗോൾഡൻ ലേക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ പറഞ്ഞു. ഇവിടെ ഒത്തിരി ഉള്ളിലോട്ട് കയറി ഒത്തിരി മാർക്കറ്റും വില്ലേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലായിടത്തും ഈ വള്ളത്തിൽ നമുക്ക് പോകാൻ പറ്റും. ഇന്ന് രാവിലെ നമ്മൾ ഇവിടുത്തെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ പോകാൻ പറ്റുമായിരുന്നു. അല്ലേ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ പറഞ്ഞാൽ എന്നാ പറയുക അന്ന് ഇല്ലായിരുന്നു, വെള്ളിയാഴ്ച കണ്ടിരുന്നില്ല. അതെ ശിക്കാരൊക്കെ കിടക്കുന്നുണ്ടല്ലോ, എല്ലാം പൊളിയാണ്, നല്ല രസമാണ്, ഭംഗിയാണ് കാണാനായിട്ട്. കളറൊക്കെ ഇട്ട് മഞ്ഞ കളർ ശിക്കാരൊക്കെ അടിച്ച് അകത്ത് പോകാൻ വൈബാണ്. ആ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ആ പടത്ത് പാട്ടെങ്ങനെയായിരുന്നു, ആ പാട്ടൊക്കെ വന്ന് ആ ഒരു തുഴഞ്ഞോണ്ടൊക്കെ പാട്ട് പറഞ്ഞാൽ ഇതുപോലത്തെ സംഭവത്തിലാട്ടോ. പൊളിയാ പൊളി. അപ്പൊ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ നോക്കാം. ഓക്കെ അപ്പൊ നമ്മളിത് കുൽഫി മേടിക്കുകയാണ്. 20 രൂപ കുൽഫി. 30 ഉണ്ട് 20 ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ കയറ്റി വെച്ചേക്കാണ്. ഇങ്ങനെ പറഞ്ഞെടുക്കും, നേരെ വെള്ളത്തിൽ നോക്കും, സാധനം ഊരി എടുക്കും. അങ്ങനെയുണ്ട്. ശിക്കാര പോലെ ഒപ്പിച്ച് നമ്മൾ എത്ര രൂപ റേറ്റ്? എത്രയാ? 1000 രൂപയ്ക്ക് 7 പേര് ഓർണത്തല്ലേ. നമ്മൾ 800 ആയി പറഞ്ഞു, പിന്നെ 900 ആക്കി, 1300 ആയി. എന്നാ ലാസ്റ്റ് 1000 1 മണിക്കൂർ മേളിലല്ലേ നമ്മൾ മാർക്കറ്റ് കൊണ്ടുപോയില്ലേ? എന്റെ കൈ മാർക്കറ്റിൽ നമുക്ക് എത്ര നേരമായി നിൽക്കാൻ പറഞ്ഞു അല്ലേ? We have to take 2 Shikara. He's a YouTuber. My big Shikara is gone. Big Shikara? उन्होंने बोला What YouTuber? You put me in YouTube? Yeah. He's a fatty boy. Go back side. അപ്പൊ നമ്മുടെ വലിയ ശിക്കാര ആരുടെ എടുത്തോണ്ട് പോയി നമ്മള് Back side. ചെറുതലാണ് മോളെ. ഇതമ്മ എല്ലാരും കൂടി എങ്ങനെ കയറും ദൈവത്തെ അറിയാം. Go back side. 7 പേര് പെടും. How much feet is on? Brother, seat. മൂഞ്ചി ഫയേഴ്സ് പാലസ് ഡീലക്സ് ഗാർഡൻ നമ്പർ 04 കൊള്ളാട്ടോ. ഇന്നിപ്പം സമയം 3:30 കഴിഞ്ഞു. ഇപ്പം ആൾക്കാരൊക്കെ മഞ്ഞേ ഉള്ളൂ. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇവിടെ മുഴുവൻ ആളായിരിക്കും. പിന്നെ ശിക്കാര എല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് കയറി പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു വെയിലുള്ള സമയത്ത് അതിൽ തന്നെ ആൾക്കാരൊന്നും പോകത്തില്ല. 1 hour है? हाँ मार्केट जाना है मार्केट. ये बंद करना यार. आपका नाम बोलिए. मंजूर भाई. अच्छा പുള്ളിയാണ് നമ്മളെ ഇന്നത്തേറ്റ് കൊണ്ടുവന്നത് കേട്ടോ. എല്ലാണ്ടും പേടിച്ചുത്തിരിക്കട്ടോ, മറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ 7 പേരെ ഇറങ്ങണ ഒരു ചെറിയ ശിക്കാരല്ലേ. എപ്പോഴാണ് സാധനം പറയും. ഹലോ ഓക്കെ നോ ഷേക്ക്. അണ്ണ ഷേക്ക് ചെയ്തിരുന്നാ മതി. How much depth is this? Don't shake, huh? How much depth? എന്താ അറിയോ മോനെ അപ്പൊ ഇതുണ്ടല്ലോ, ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ളൊരു ഇതിനകത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും അവിടെ ഒരു കരപ്പോഴത്തെ പ്രദേശമാണ്. അതിനകത്ത് ഇത് ആൾക്കാരൊക്കെ തന്നെ ഇതുപോലത്തെ ചെറിയ ബോട്ടിലും കാര്യങ്ങളൊക്കെയാണ് പുറത്തോട്ട് കാര്യങ്ങളൊക്കെ പോകണ കേട്ടോ. ഇതിനൊക്കെ തന്നെ അകത്ത് ഒത്തിരി വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊക്കെ കയറി പോകുന്നുണ്ട്. ഒരു മാർക്കറ്റൊക്കെ പോകുന്നുണ്ട്. പാവം പുറത്തുനിന്നൊരു മതാമയാണ്. പുള്ളിക്കാരത്തേക്ക് അറിയില്ല, സംഭവം അറിയില്ല, തുഴ അറിയില്ല. ഇവിടുന്ന് ഓർമ്മ പൊക്കിക്കൊണ്ടാണ് എനിക്ക് തോന്നണേ. ഇടിച്ച് പൊന്നെ മോനെ പണിയാ. ഓഞ്ചി പുള്ളിക്കാരത്തിൽ പെട്ടു കേട്ടോ. എന്താ അറിയാവോ ചടിച്ച് രക്ഷിക്ക. ഏതാ നീ ഇവനെ തള്ളിട്ടല്ലേ വെള്ളത്തിൽ വീഴാൻ പേടി വന്നേ. മർവാനേ പാട്ട് പഠിക്കേ. കുലുങ്ങുന്നു. മോൻ ഇതിനകത്ത് പേടിച്ച് പറഞ്ഞായിരിക്കണം. ഇതിന്റെ അകത്താണ് ഇതേ ഒരു സൈഡ് മുഴുവൻ ഇരിക്കുക. ഷെഫീഖാണ് ഒരു സൈഡിലേക്ക് ഇരുന്നിട്ടുണ്ടല്ലോ. ഇത് മുഴുവൻ ഒരു സൈഡിലേക്ക് പോയി. പുള്ളി പേടിച്ചിട്ട് എന്റെ മുകളിൽ പിടിച്ചിരിക്കണ.
അപ്പൊ ഈ കാണാണ് നമ്മുടെ ഗോൾഡൻ ലേക്ക്. പക്ഷെ ഇവിടെ സ്വർണ്ണം എങ്ങനെയാടാ? അതെ, ഇച്ചിരി ലോട്ടസ് ആണെന്ന് പറഞ്ഞു. ഇപ്പം ഷോൾ ഏതാണ്ടൊക്കെ പറഞ്ഞു പുള്ളി. ഈ രാത്രി ഇത് ഗോൾഡൻ ലേക്കാന്ന് പറഞ്ഞു. രാത്രി ലൈറ്റ് കിട്ടിയുമ്പോൾ പൊളിയാന്ന് പറഞ്ഞു പുള്ളി. പിന്നെ ഇത് അപ്പുറം ലോട്ടസ് ഉണ്ടെന്ന് പറഞ്ഞു. ലോട്ടസ് പക്ഷെ ഇപ്പൊ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനിടയില്ല. നിങ്ങൾ അടുത്ത തന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞു. ഇതുണ്ടല്ലോ, ഇതിലൊക്കെ തന്നെ ശിക്കാര ആൾക്കാർ പോകുന്നുണ്ട്. ഇനി ഡാലിലേക്ക് ശരിക്കും വിന്ററിൽ ഒരു 11 ഡിഗ്രി ഒക്കെ വരും. അന്നേരം ഇത് ശരിക്കും ഐസായി പോകും. നിങ്ങൾ കഴിഞ്ഞ വന്ന പൈസ ഇല്ലായിരുന്നു സംഭവം. അങ്ങനെ ശിക്കാരൊക്കെ ഉണ്ടോ അതിനകത്ത്? ശിക്കാര ഫുൾ ഐസല്ലേ. ആ, പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ചെറിയ ബോട്ടുമേല് പോകുമ്പോൾ ഇതുപോലെ ബോട്ടുമേല് ഇത് ഐസ് പൊട്ടിച്ചായിരിക്കും അകത്തോട്ട് കയറി പോണേ. 11 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫുൾ ഐസ് ആയിരിക്കും ഇതിന്റെ മേലെ കിടക്കുക. അന്ന് ശിക്കാറൊന്നും ഇല്ല. ഒരു 3 മാസം, ഏകദേശം ഒരു 3 മാസം മുമ്പ്. ഇവിടുത്തെ ഒരു ആംബുലൻസ് ആണ് കാണുന്നത്, വാട്ടർ ആംബുലൻസ്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ തന്നെ നിൽക്കാൻ പറ്റും. പിന്നെ അപ്പുറത്ത് ഇപ്പോൾ ഒരാളും കൂടി ബോട്ട് വേണ്ട കാണിച്ചു കൊടുത്തത്. ഇവിടെ പല കച്ചവടങ്ങളൊക്കെ പുള്ളി ഇവിടെ തുഴയാൻ കൂടിയിട്ടുണ്ട്. ഫുഡ് കോർട്ട് പുള്ളിക്ക് പണി അറിയില്ലെന്നല്ലേ? പണി അറിയില്ലല്ലേ? പിന്നെ ഷാള് കിട്ടും. പിന്നെ വേറെ എന്താ സാധനം ഉണ്ട്? ഇവിടുത്തെ സാധനങ്ങളെല്ലാം നമുക്കിവിടെ സാഫ്രോൺ അങ്ങനെയുള്ള സാധനങ്ങൾ. സാഫ്രോണാണ്. മോനെ സീനാക്കരുത്. വെജിറ്റബിൾ ഗാർഡൻ എവിടെ? ഇതിനകത്താ? ഓ, അപ്പൊ ഈ കാണുന്നതാട്ടോ നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ. ഇതിനകത്തൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പോകുമ്പോൾ പറഞ്ഞത് പുള്ളി. ഏതാ വെജിറ്റബിൾ ഗാർഡൻ? അതെ അതെ, എവിടെയൊക്കെ ചൂണ്ടെടുത്തേ. ഓന്റെ മീനല്ല, ഫിഷോൺ. അയ്യോ വൈ വൈ, നല്ല അടിപൊളി വായില്. നല്ല മീൻ്റെ മീൻ, ചെറിയ മീൻ്റെ ഇതിനകത്തുള്ള വേസ്റ്റൊക്കെ ഇന്നത്തല്ലേ പറഞ്ഞേ. പിന്നെ നല്ല മൂത്രവും എല്ലാവരും ബാത്റൂമിൽ പോണതും എല്ലാം ഇതിനകത്തോടാ. കുടിച്ചോ നീ? എവിടെ? ലെഫ്റ്റ് സൈഡ്. ഫ്ലോട്ടിംഗ് ഗാർഡൻ ആണ് ഈ കാണുന്നത്. കണ്ടല്ലേ, ഈ പുല്ലുമൊക്കെ തന്നെ വെള്ളത്തിന് മുകളിൽ പൊന്തി കിടക്കുന്നതാണ്. ഓ മാൻ, ഇടിച്ചിടിച്ചിടിച്ചു. ഓ, ജസ്റ്റ് മിസ്. കണ്ണിങ് ഡ്രൈവർമാരുണ്ടാ. കൊള്ളാം, പൊളി. കണ്ടല്ലേ, കുറെ ശിക്കാർ അങ്ങ് അകത്തോട്ട് കയറിപ്പെല്ലാം തിരിച്ചു തന്നെയാണ് കാണുന്നത്. ഇവിടെയൊക്കെ തന്നെ കണ്ടില്ല, അതൊക്കെ തന്നെ കടകളാണ്. നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. ഗിഫ്റ്റ് ഐറ്റംസ് സാധനങ്ങൾ, കുറെ തടിമേലുണ്ടാക്കിയ കുറെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് അവിടെ മേടിക്കണേ. കണ്ടില്ല, കുറെ ശിക്കാർ വന്നിട്ടുണ്ട് അവിടുന്ന്. പേടിച്ചു വണ്ടി വളഞ്ഞ് ഞാൻ ഇങ്ങനെ താഴെ പോകും. ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ തന്നെ കുറെ കടകളുണ്ട്. യൂണീക്ക് ലെതർ എംപോറിയം, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, കാശ്മീരി നോലറ്റ്സ് എംപോറിയം, തുണിക്കടകളും ഐറ്റംസും ഷാളും കാശ്മീരി ഐറ്റംസ് സാധനങ്ങളെല്ലാം. വേറെ വള്ളത്തിന്മേൽ വീട്ടിലോട്ട് ചിപ്സും സാധനങ്ങളും അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഇട്ട് കടയാണ് ഇതേ പോണേ. ആ കുഞ്ഞു വള്ളത്തിന്മേലാട്ടോ പുള്ളി വിറ്റോണ്ടിരിക്കുക സാധനങ്ങൾ. ആൾക്കാർ കുറച്ചൊരു പുറത്തിറങ്ങിയിട്ടപ്പോ അതേ കയറുന്നതാണ്. നമുക്ക് ബോട്ടന്മേലാണ് ശരിക്കും നല്ല സാഫ്രോണൊക്കെ കൊണ്ടുവരും. അങ്ങനത്തെ ആൾക്കാരൊന്നും വരുന്നത്. മോർണിംഗ് തന്നെ രണ്ട് ബോട്ടന്മേൽ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ബേക്കറി ഐറ്റംസും സാധനങ്ങളും എന്തൊക്കെയാണ് ഏണ്ടൊക്കെ ഉണ്ട്. 2 ബോട്ടുകൾ, ഇത് 2 എണ്ണം അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്നതും ഇതുപോലെ ഒത്തിരി ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റേ. ബാർബിക്യൂടെ സ്റ്റോറാണ്. കബാബ് വേണ്ടൊക്കെ ഉണ്ടല്ലോ. പുളി നമ്മുടെ വള്ളത്തിന്മേൽ ചേർന്ന് നിൽക്കാണ് പുള്ളി. കിത്തനെ? This is the chicken. Chicken कितने? It's coming by plate. If you want the paneer and mushroom, that is 350 plate. And chicken is 400, and fish is 450, and sea kebab is 350 plate. Plate you can get nal stick.
4 sticks in a plate, including I give you naan, 3 types of salad, and one more thing I will give you, that is the guarantee of the taste. If you don't like my taste, I will give you triple money back. That is the confidence of my taste. Nobody gives here you guarantee. It's tasty, that's why I will give you guarantee. So what do you like? Fish or chicken? Yeah, that is complimentary. Roti is complimentary for you. Naan is complimentary for you. അടുത്തൊരു ശിക്കാറ നമ്മളിത് വെട്ടിച്ച് കയറി വന്നിട്ടുണ്ട്. മൊത്തം കൂട്ടടിയാണല്ലോ. അതെ പുള്ളി നമ്മുടെ വള്ളത്തിൽ കയറൂല്ലോ ഇപ്പൊ. കുങ്കുമപ്പമാണ്, സാഫ്രോൺ അല്ലേ? സാഫ്രോൺ ഏനാ? Saffron la. How much? Manjigam. Huh? How much? 160. Hey my friend. That's like yaar. 170. How much? 171 gram. Eat. Wait, one piece. Okay. Saffron നമുക്ക് കഴിക്കാൻ. മുझे one piece. Oh yes. Hello, my friend. Hello, more here. Hello. Yeah, it's good. All the things. Original है भैया? Original. Crash. Munja color. See. എന്ത് കളറാ? നാമര. ആ വന്നു. കാണിച്ചേ. കണ്ടല്ലേ? Crash like this. ഓ ചെക്ക് ചെയ്യുന്നതാണ് പുള്ളി കാണിക്കുന്ന, ഒറിജിനൽ ആണ്. കണ്ടല്ലേ? കളർ വെള്ളത്തിൽ വല്ല മുക്കിയതാണോ? വന്നു. നല്ല ടേസ്റ്റ്. So how much भैया final? How much the price? How many grams? This flower. This flower കുങ്കുമപ്പൂവാണ് ഈ കാണാല്ലേ? उसका ड्राई है? हाँ ये ड्राई है, इसका फ्लावर है. ഓ अच्छा. ഇതാണ് ശരിക്കും എന്റെ ഫ്ലവർ എന്ന് പറയുന്നത്. ഇത് ഉണക്കിയാണ് ഈ കാണുന്നത്. ഈ നമ്മള് കൃത്യസമയത്ത് തിരിച്ചോണല്ലോ. അതെ, 3:30 പോയി, 4:30 നമ്മള് കറക്റ്റ് 1 മണിക്കൂർ കറക്റ്റ്. ഇടയ്ക്ക് എവിടെയൊക്കെ പുള്ളി കിട്ടിയില്ലെന്ന് തോന്നുന്നു. നൈസായിട്ട് നമ്മളെ ചാമ്പേരിയിലുണ്ട് അല്ലേ? നമുക്ക് അറിയത്തില്ല അല്ലേ? ഇറങ്ങി അങ്ങോട്ട്. എങ്ങനെയുണ്ടായിരുന്നു സംഭവം? എങ്ങനെയുണ്ടായിരുന്നു? നൈസാ, കിടന്ന് പോവാ. അതെ പൊളിയ, വേറെ എക്സ്പീരിയൻസ് ആണ്. അതോടെ മറ്റേ വള്ളത്തിലൊക്കെ സാധനം കൊണ്ടുവരാൻ ഭയങ്കര ഇട്ടുണ്ടല്ലേ? സംഭവം കൊള്ളാൻ തരും. പിന്നെ നമ്മുടെ സാഫ്രോണൊക്കെ 2 പേര് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ നേരെ നമ്മള് സോനാമാർഗല്ലേ? സോനാമാർഗ് നമ്മൾ ഇന്ന് ചെല്ലും. ഇന്ന് രാത്രി നമ്മളിപ്പോ എന്തായാലും 4:30 ഒരു ഇവിടെ എന്തായാലും മുമ്പ് 6 മണിയാവും. എന്തായാലും വൈകുന്നേരം രാത്രിയായിട്ട് ഇവിടെ എവിടെ പോയി ടെന്റ് അടിക്കാം. രാവിലെ കാർഗിൽ പോകും. അത് തന്നെ.